ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ഒരു കഥ സിലട്ടുമാസ്. മൈ ഡിയർ സ്വത്തുക്കുട്ടികളെ, ഇന്നൊരു ത്രില്ലർ സിനിമയാണ് നമ്മൾ കാണാൻ പോകുന്നത്. മഞ്ഞ് പ്രദേശത്ത് ഫുഡ് ഡെലിവറി ചെയ്യാൻ പോയ ഒരു ഡെലിവറിക്കാരൻ വലിയൊരു കെണിയിൽപ്പെടുകയാണ്. അയാൾക്ക് എന്താ സംഭവിച്ചെന്നുള്ളത് നമുക്ക് ഈ കഥയിലൂടെ കാണാം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കഴിഞ്ഞതിൻ്റെ മുന്നത്തെ കൊല്ലം റിലീസ് ചെയ്ത ഡെലിവറി റൺ എന്ന അമേരിക്കൻ ത്രില്ലർ ചിത്രമാണ്. എന്നാൽ പിന്നെ സിനിമയുടെ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന നമ്മുടെ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്കിപ്പോൾ ഈ കഥയിലേക്ക് കിടക്കാം. ഈ സിനിമയുടെ തുടക്കത്തിൽ ഒരു ചില്ലുമൊന്തയും അതിനകത്തൊരു സ്വർണ്ണ മത്സ്യവും. അവന്റെ പേരാണ് റിച്ചി. ഇതിനെ വളർത്തുന്ന മഹാനാണ് നമ്മുടെ ഹീറോ. ചെറുപ്പക്കാരനാണ്, വൃത്തിയുള്ള ജോലിയൊന്നുമില്ല, കുറെ കടം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, കറണ്ട് ബില്ലോ വെള്ളത്തിന്റെ ബില്ലോ പോലും അടച്ചിട്ടില്ല, അതിന്റെ എല്ലാം പോസ്റ്റുകൾ വന്ന് കിടപ്പുണ്ട്. എന്നാലും കിട്ടുന്ന പണം കുറച്ചായിട്ട് പുള്ളിക്കാരൻ സേവ് ചെയ്തുകൊണ്ടിരിക്കുക. എന്തിനാണെന്നറിയോ? പുള്ളിക്കൊരു ഫുഡ് ട്രക്ക് വാങ്ങിക്കണം. അതായത് നമ്മുടെ നാട്ടിലൊരു തള്ളുവണ്ടിയില്ലേ ഇഡ്ഡലി കച്ചവടം ചെയ്യുന്നത്, അതേപോലത്തെ ഒരു ഫുഡ് ട്രക്ക് വാങ്ങിക്കണം. എന്നിട്ട് റെഡിമെയ്ഡ് പിസയും ബർഗറും വിറ്റ് സ്വന്തമായൊരു ജോലി ചെയ്ത് ജീവിക്കണം എന്നാണ് ഏട്ടൻ്റെ ആഗ്രഹം. ഈ സമയത്താണ് പുതിയൊരു പോസ്റ്റ് വരുന്നത്. അതിനകത്ത് വേറെ എവിടുന്നോ ലോൺ എടുത്തു വെച്ചിട്ടുണ്ട്, അത് അടയ്ക്കണം എന്ന് പറഞ്ഞിട്ടായിരിക്കും ഫൈനൽ നോട്ടീസ് ആയിരിക്കും വന്നിരിക്കുന്നത്. ഇത് കണ്ട നോട്ടീസ് വലിച്ചെറിഞ്ഞ് പുള്ളിക്കാരൻ തിരിയുമ്പം വീണ്ടും ആരോ കതക് മുട്ടുന്നു. അയാൾ തന്നെ ആയിരിക്കുമോ, ആ പോസ്റ്റ്മാൻ തന്നെ ആയിരിക്കുമോ എന്ന് വിചാരിച്ച് കതക് തുറക്കാണ് ഹീറോ. മൂക്കിനിട്ടൊരു കുത്ത് കിട്ടും. അത് പോസ്റ്റ്മാൻമാരല്ല, വട്ടിപ്പലിശയ്ക്ക് പണം കൊടുത്ത അവിടുത്തെ ലോക്കൽ തഗ്ഗുകളാണ്. അതിന്റെ ലീഡർ ആവട്ടെ ഒരു ലേഡിയാണ്, ഗുണ്ടവിനി. ഗുണ്ടവിനിയും അവളുടെ ആൾക്കാരും വന്ന് ഹീറോയ്ക്ക് 4 പൊട്ടിച്ചിട്ട് അവരുടെ പണം തിരികെ ചോദിക്കും. ഹീറോ ആണെങ്കിൽ കൊടുക്കാനൊന്നും ഇല്ലെന്നാണ് പറയുക. പക്ഷെ ഇവരവൻ ചേർത്ത് വെച്ചിരിക്കുന്ന ആ ട്രക്ക് മേടിക്കാൻ വേണ്ടി കൂട്ടി വെച്ചിരിക്കുന്ന പണം കണ്ടുപിടിച്ച് അതെടുക്കാണ്. പക്ഷെ അത് തികയില്ല. വീണ്ടും $4600 കൊടുക്കാനുണ്ട്. ബാക്കി എപ്പോൾ തരുന്ന് ചോദിക്കുമ്പോൾ ഈ റൗഡികളിൽ ഒരാൾ ഹീറോയുടെ വളർത്തു മീനിനെ കയ്യിലെടുക്കുന്നുണ്ട്. അതുകൊണ്ട് അതിനൊന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞ് ഹീറോ നിലവിളിച്ച് കരയുമ്പോൾ ഈ ഗുണ്ടിബിനു അവന്റെ ചില്ല് മൊന്ത അടിച്ച് പൊട്ടിച്ചു കളയും. ബാക്കി പണം എത്രയും പെട്ടെന്ന് എത്തിച്ചോ, അല്ലെങ്കിൽ നിന്നെയും നിന്റെ മീനിനെയും ചേർത്ത് ഞങ്ങൾ സുഷി ഉണ്ടാക്കുന്നു പറഞ്ഞ് ആ മീനിനെ ചെറിയൊരു പാത്രത്തിൽ ഇട്ടിട്ട് അവരിറങ്ങിപ്പോവാണ്. ഹീറോ ഓടി എഴുന്നേറ്റ് ആ മീനിന് എന്തെങ്കിലും പറ്റിയോ നോക്കുകയാണ്. ഭാഗ്യത്തിന് അതിന് ജീവനുണ്ട്. ഇനിയിപ്പോൾ അതിന് ഇട്ട് വെക്കാനൊരു പാത്രമില്ല. പെട്ടെന്ന് തന്നെ കറണ്ടും കട്ടാവുന്നു. പൈസ അടയ്ക്കാത്തതുകൊണ്ട് KCBക്കാർ കറണ്ട് കട്ടാക്കി. അവരെ നാടിന്റെ അയൽ രാജ്യത്ത് ഒരു സിനിമാ നടനെ അത്രേ ഭരിക്കുന്നു. അയാൾ 200 യൂണിറ്റോളം ഫ്രീ കൊടുക്കുന്നുണ്ട്. അങ്ങനെയായിരുന്നെങ്കിൽ ഈ പാവത്തിന് ഈ ഗതി വരില്ലായിരുന്നു. എന്തായാലും ഇനിയിപ്പോൾ തിന്നാനും കുടിക്കാനും കയ്യിൽ പൈസയൊന്നുമില്ലല്ലോ. അതുകൊണ്ട് വീട്ടിലെ പഴയ സാധനങ്ങൾ കുറച്ചൊക്കെ കൂട്ടിപ്പെറുക്കി അണ്ണൻ വിൽക്കാൻ കൊണ്ടുപോവാ. ഏതോ മഞ്ഞുനാട്ടിലൊരു മൂലയ്ക്കാണ് മരവീട്ടിൽ നമ്മുടെ ഹീറോ താമസിക്കുന്നത്. കുടുംബമായിട്ട് ആരും തന്നെ ഇല്ല. ഒരു ചെറിയ ടാക്സി വണ്ടിയുണ്ട്, അതിലാണ് അണ്ണൻ ഫുഡ് ഡെലിവറി ചെയ്യാൻ പോകുന്നു. ഇപ്പോൾ നമ്മുടെ റിച്ചി മീനിനെ ഒരു പ്ലാസ്റ്റിക് കവറിലാക്കി ഏട്ടൻ നേരെ ഒരു ആക്രി കടയിലേക്ക് ചെല്ലുകയാണ്. ഈ പോകുന്ന വഴി റേഡിയോയിൽ പറയുന്നത് കേൾക്കാം, -10 ഡിഗ്രി ആണ് ഇപ്പോഴത്തെ കാലാവസ്ഥ. അതുകൊണ്ട് എല്ലാവരും സൂക്ഷിക്കുക, അധികം മഞ്ഞിലൊന്നും ചെന്ന് പെടാതിരിക്കുക, മലമണ്ടയ്ക്കൊന്നും കാറുമായിട്ട് ചെല്ലാതിരിക്കുക. അവിടെ കൂടുതൽ ഐസ് ഉള്ളതുകൊണ്ട് കാർ എവിടെയെങ്കിലും പെട്ടുപോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അധികം പുറത്ത് കറങ്ങാതെ നേരത്തെ സന്ധ്യയ്ക്ക് മുന്നേ വീട്ടിലെത്താൻ നോക്കുക. ഇതിനോടൊപ്പം മല കയറാൻ പോയ 2 ഹൈക്കേഴ്സിനെ കാണാതായിട്ടുണ്ട്. അവർക്ക് എന്താ പറ്റിയെന്നറിയില്ല. പോലീസ് ഊർജിതമായി അവരെ അന്വേഷിക്കുന്നു എന്നുള്ള ന്യൂസും കൂടെ റേഡിയോയിൽ പറയുന്നുണ്ടാവും. ഇത് കഴിഞ്ഞ അണ്ണൻ ആക്രിക്കടയിലേക്ക് വന്നു. തന്റെ പഴയ സാധനങ്ങളൊക്കെ കൊടുക്കുമ്പോൾ അയാൾ ഇതിൻ്റെ ഒന്നും ആവശ്യം എനിക്കില്ല, എല്ലാം എടുത്തിട്ട് പോയിക്കോ, ഒരു 2 ഐറ്റം മാത്രമുണ്ട്, ഞാൻ അതെടുത്തിട്ട് ഒരു $20 തരാം, അത്ര എന്നെ കൊണ്ട് പറ്റുള്ളൂ എന്ന് പുള്ളിക്കാരൻ പറയുക. ശരി, 20 എന്നും പറഞ്ഞ് ഹീറോ അത് വാങ്ങിക്കുന്നു. അപ്പോഴാണ് പുതിയൊരു ഓർഡർ പ്ലേസ് ആവുന്നു, ഒരു ഫുഡ് ഓർഡർ. അത് ഉടനെ കൊണ്ടുപോയി കൊടുക്കണം. ഹീറോ നേരെ കടയിലേക്ക് ചെല്ലുന്നു. ബർഗറും കോഫിയുമാണ്. ആ ഓർഡറും വാങ്ങിച്ച് അത് ഡെലിവറി ചെയ്യാൻ പോവുകയാണ് ഏതോ ഒരു വിജനമായ പ്രദേശത്തേക്ക്. സ്വന്തം നാടായതുകൊണ്ട് ഹീറോയ്ക്ക് അത്ര വലിയ പേടിയൊന്നുമില്ല. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വലിയൊരു മഞ്ഞുന്തി ട്രക്ക് ഹീറോയുടെ മുന്നിൽ വന്ന് പെടും. ഇത് പെരുത്ത സൈസായതുകൊണ്ട് ഹീറോയ്ക്ക് ഓവർടേക്ക് ചെയ്ത് പോകാൻ കഴിയുന്നില്ല. ഇവനിത് എവിടുന്നാ വന്നേന്ന് അറിയാൻ പാടില്ല. ഈ ഒരു വണ്ടി ഹീറോ ഇതിനു മുമ്പ് കണ്ടിട്ടുമില്ല. കുറേ നേരം ഹോൺ അടിക്കുന്നു. അയാൾ മാറി കൊടുക്കുന്നില്ല. പഴയൊരു ട്രക്കാണ്, കാണുമ്പോൾ തന്നെ പേടിയാവും. ഏത് ഭ്രാന്തനാന്നറിയില്ല. എന്തായാലും അവസാനം കുറച്ച് വലിയൊരു ഓപ്പൺ പ്ലേസ് ഒരു ടേണിങ്ങിൽ വെച്ച് കിട്ടുമ്പോൾ ഹീറോ ആ വണ്ടി ഓവർടേക്ക് ചെയ്ത് മുന്നോട്ട് പോകുന്നു. സംശയമൊന്നും തോന്നില്ല, ഏതൊരു ഭ്രാന്തനാണെന്ന് വിചാരിച്ചിട്ട് അയാൾ ഇഗ്നോർ ചെയ്ത് ഈ ഡെലിവറി കൊണ്ടുപോയി കൊടുക്കുകയാണ് ഹീറോ. ഫസ്റ്റ് ഡെലിവറിയിൽ ആ ചെറുക്കൻ ടിപ്പൊന്നും കൊടുക്കുന്നില്ല. അവരെ നാട്ടിൽ മിനിമം 10% ടിപ്പ് കൊടുക്കണം എന്നാണ് ഒരു നാട്ടു നടപ്പ്. അതുപോലെ ആ ചെറുക്കൻ കൊടുക്കുന്നില്ല. ഇത് മാത്രമല്ല, ഒരു ദിവസം 1-2 ഓർഡറേ ഹീറോയ്ക്ക് കിട്ടുന്നുള്ളൂ. അതുകൊണ്ട് എണ്ണ പൈസ പോലും മുതലാവുന്നില്ല. തിന്നാനും കുടിക്കാനുള്ള പൈസ മിച്ചവുമില്ല. ചേർത്ത് വയ്ക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാനും പറ്റുന്നില്ല. ഈ കംപ്ലൈന്റ് ഹീറോ കമ്പനിയെ വിളിച്ച് പറയാ, എനിക്ക് മാത്രം എന്താ ഇത്രയും കുറവായിട്ടുള്ള ഓർഡർ, കുറച്ച് കൂടുതൽ ഓർഡർ തന്നൂടെ, എന്നാലല്ലേ ഈ ജോലിയും കൊണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അത് കേട്ട് കമ്പനിക്കാർ പറയും, ചേട്ടാ ഞങ്ങളുടെ ആപ്പിൽ പ്ലേസ് ആവുന്ന ഓർഡറല്ലേ നിങ്ങൾക്ക് തരാൻ പറ്റുള്ളൂ, നിങ്ങളുടെ പ്രദേശത്ത് ഇത്രയും ഓർഡേഴ്സേ വരുന്നുള്ളൂ. ഇനിയിപ്പോൾ ഈ ജോലി കൊണ്ട് ജീവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ വേറെ ജോലി നോക്കിക്കോളൂ. ഈ ജോലി ചെയ്യാൻ വേറെയും ഒരുപാട് ആൾക്കാർ റെഡിയാണ്.
ഇങ്ങനെയായിരിക്കും കമ്പനി റെസ്പോൺസ്. സോ കൂടുതലൊന്നും പറയാതെ കിട്ടിയ ഓർഡറുമായിട്ട് ഹീറോ വീണ്ടും അത് ഡെലിവറി ചെയ്യാൻ പോവാണ്. ഇപ്രാവശ്യം നമ്മുടെ ഫുഡ് ട്രക്ക് വിൽക്കാൻ വെച്ചിട്ടുള്ള ആളില്ലേ, അയാൾ വിളിക്കുന്നു. ഹീറോ നേരത്തെ വിളിച്ച അയാളോട് ആ ഫുഡ് ട്രക്ക് ആർക്കും കൊടുക്കരുത്, ഞാൻ തന്നെ വാങ്ങിച്ചോളാം, പണവുമായി എത്രയും പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഇത്രയും ദിവസമായിട്ടും ഹീറോ അയാൾക്ക് വിളിച്ചിട്ടില്ല, പണവുമായിട്ട് പോയിട്ടുമില്ല. അതുകൊണ്ട് ആ ട്രക്ക് വേറെ ആർക്കോ വിൽക്കാൻ വേണ്ടി അയാൾ പോവുകയാണ്. പണം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് എടുത്തോണ്ട് വായോ എന്ന് പറഞ്ഞാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. ഹീറോ വീണ്ടും പറയുന്നു, ആർക്കും കൊടുക്കല്ലേ, ഞാൻ പണവുമായിട്ട് എത്രയും പെട്ടെന്ന് വരാം. ഇങ്ങനെ പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുമ്പോൾ നേരത്തെ കണ്ട ആ മഞ്ഞുന്തി ട്രക്കില്ലേ, അത് വീണ്ടും മുന്നേ വന്നപ്പെടും. ഇപ്രാവശ്യവും ആ നാറി വഴി മാറി തരുന്നില്ല. ഹീറോ കുറെ നേരം ഹോൺ അടിക്കുമ്പോൾ അയാൾ കൈ പുറത്തേക്ക് ഇട്ട് പൊക്കോ പൊക്കോ എന്ന് പറയും. ശരി, അവസാനം കിട്ടിയല്ലോ, ചാൻസ് കിട്ടിയല്ലോ എന്ന് പറഞ്ഞ് ഹീറോ ഓവർടേക്ക് ചെയ്യാൻ നോക്കുക. പെട്ടെന്നുണ്ട് പൊടുന്നനെ മുന്നിൽ ഓപ്പോസിറ്റ് വരുന്ന വണ്ടി വരുന്നു. ആ വണ്ടിയെ കണ്ടിട്ടാണ് ഈ ട്രക്കെന്നാറി ഹീറോയ്ക്ക് കൈ കാണിച്ചത്. പോയി ഇടിച്ച് ചാവട്ടെ എന്നും പറഞ്ഞു. എന്തൊരു മനുഷ്യനാണത്. ഹീറോ ഒരു സെക്കൻഡ് പേടിച്ച് അരണ്ടു പോയി. ഒരു ഭാഗത്ത് വണ്ടി നിർത്തി സമാധാനിച്ചിട്ടാണ് വീണ്ടും വണ്ടി എടുത്ത് പോകുന്നത്. അടുത്ത ഓർഡർ പ്ലേസ് ആയി. വൈകുന്നേരമായി. ഏതോ കാടിനകത്താണ് ഡെലിവറി. ഹീറോ വണ്ടി എടുത്ത് പോകുമ്പോഴേക്കും ഇരുട്ടായി കഴിഞ്ഞു. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നേരത്തെ കണ്ട ആ ട്രക്ക് അത് എതിരെ വന്ന് നിൽക്കുക, വഴി മാറാതെ. ഹീറോ ഹോൺ അടിക്കുന്നു. അയാൾ എന്താ ചെയ്യാൻ പോണെന്നറിയില്ല, പേടിച്ചിങ്ങനെ നിൽക്കുക. അപ്പോഴായിരിക്കും ഒരു പോലീസ് വണ്ടി ഹീറോയുടെ പുറകെ വരുന്നു. ഈ വണ്ടി കണ്ട ഉടനെ ആ ട്രക്കുകാരൻ അയാളെ വണ്ടി നൈസായിട്ട് അവിടെ നിന്ന് എടുത്തു മാറ്റി പോവുകയാണ്. ഹീറോ നോക്കുമ്പം ആ പോലീസുകാരൻ അറിയുന്ന ആളാ, ഒരുമിച്ച് തന്റെ കൂടെ പഠിച്ച കൂട്ടുകാരനാണ്. എന്നാലും ഹീറോയെ കാണുമ്പോൾ ലേശം പുച്ഛഭാവവും അധികാരഭാവവും ഒക്കെ കാണിക്കുന്ന പഴയൊരു കൂട്ടുകാരൻ. നീ എന്താടാ ഇവിടെ വണ്ടി നിർത്തിയിരിക്കണമെന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും, നീ കണ്ടില്ലായിരുന്നോ, എനിക്ക് മുന്നേ ഒരു ട്രക്ക് നിൽക്കുന്ന കണ്ടില്ലായിരുന്നോ, അയാളാണ് എന്റെ വഴി ബ്ലോക്ക് ചെയ്തിരുന്നത്. അത് കേൾക്കുമ്പോൾ കൂട്ടുകാരൻ പറയും, ആ ഈ നാട്ടിലെ പുതിയ താമസക്കാരായിരിക്കും, വഴി അറിയാതെ പെട്ടുപോയതായിരിക്കും, എന്തായാലും പോയല്ലോ, ഇനിയിപ്പോൾ അവിടെ ഇവിടെ നിൽക്കാതെ വണ്ടി എടുത്തിട്ട് പോ, ഞാൻ ആ കാണാതായ ആൾക്കാരെ തേടിക്കൊണ്ടിരിക്കുകയെന്നും പറഞ്ഞ് പോലീസുകാരൻ അയാളെ വണ്ടി എടുത്തിട്ട് അവിടെ നിന്ന് പോവാണ്. ഇത് കഴിയുമ്പോൾ ഹീറോ ആ ഡെലിവറി കൊണ്ടുപോയി കൊടുക്കുന്നു. തിരിച്ചു വന്ന് താൻ എടുത്ത ലോട്ടറിയൊക്കെ ചെക്ക് ചെയ്ത് നോക്കും. ഒരു സമ്മാനം വീണിട്ടില്ല. എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടി പല വഴികളും ശ്രമിക്കുന്നുണ്ട് അണ്ണൻ. ലോട്ടറി എടുക്കുക മാത്രമല്ല, ഇടയ്ക്ക് ചെന്ന് ചൂത് കളിക്കുന്നുമുണ്ട്. കിട്ടുന്ന പണം വെച്ച് ചൂത് കളിക്കുക, അതിലെങ്കിലും കൂടുതൽ പണം കിട്ടി ഈ ഫുഡ് ട്രക്ക് വാങ്ങിച്ച് ജീവിക്കാൻ പറ്റുമോ എന്ന ശ്രമത്തിലാണ് അണ്ണൻ. പക്ഷെ അവിടെ വെച്ച് ആ പണം പോകുന്നു. ഒരു പണവും കയ്യിൽ നിൽക്കുന്നില്ല. എല്ലാം കൊണ്ടും തകർന്നിരിക്കുന്ന നിമിഷം. അപ്പോഴായിരിക്കും അടുത്ത ഡെലിവറിക്ക് പോകുമ്പോൾ ഈ പണ്ടാരക്കാരൻ അവൻ്റെ ആ പെരുത്ത വണ്ടിയായിട്ട് വരുന്നു. എവിടെ ചെന്നാലും ഒരു തൊയ്രിയില്ല. പോയി ചത്തൂട്രാന്നും പറഞ്ഞ് ഹീറോ കുടിച്ചോണ്ടിരുന്ന കോഫി മക്ക് ഈ ട്രക്കുകാരൻ്റെ മുന്നിലേക്ക് വലിച്ചെറി. അയാൾ പെട്ടെന്ന് വണ്ടി നിർത്തുക. ശല്യം ഒഴിഞ്ഞു എന്നും പറഞ്ഞ് ഹീറോ അവൻ്റെ കാർ എടുത്ത് പോവാണ്. പക്ഷെ ഈ ഭ്രാന്തൻ വണ്ടി വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് അതിവേഗത്തിൽ വന്ന് അയാൾ ആ ഉന്തുന്ന ഉപകരണം കൊണ്ട് ഹീറോയുടെ വണ്ടിക്കിട്ട് ഇടിക്കുകയാണ്. ഇടിച്ച് കൊല്ലാൻ നോക്കുക. ഹീറോ പേടിച്ച് വേഗത്തിൽ ഓടിക്കും. കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ അവൻ ലൈറ്റ് ഓഫ് ആക്കി ഇരുട്ടി മറഞ്ഞുപോയി. ഭാഗ്യത്തിന് ഹീറോ രക്ഷപ്പെട്ടു. ഇയാൾ എന്തിനെങ്ങനെ കാണിക്കണമെന്ന് ഹീറോയ്ക്ക് മനസ്സിലായില്ല. എന്തായാലും വൈകുന്നേരം ഒരു പെഗ്ഗടിക്കാൻ വേണ്ടി ബാറി വന്നിരിക്കുമ്പോഴാണ് ആ പോലീസ് കൂട്ടുകാരൻ വരുന്നത്. നീ എന്താണ് ഇവിടെ കാണിക്കണമെന്ന് ചോദിച്ചിട്ട്. എന്നിട്ട് അയാൾ ഈ കാണാതായ ആൾക്കാരെ പറ്റി എന്തെങ്കിലും വിവരം നിനക്ക് കിട്ടിയിട്ടുണ്ടോ എന്നൊക്കെ ഹീറോയോട് ചോദിക്കുന്നുണ്ട്. ഹീറോ എനിക്കൊന്നും അറിയാൻ പാടില്ല എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ കണ്ടില്ല ഒരു ട്രക്ക്, ആ ട്രക്കുകാരൻ എന്നെ ഇടിച്ച് കൊല്ലാൻ നോക്കി. ഞാൻ പറയുന്നത് സത്യമാണ്. അയാൾ എന്തിനാ അത് ചെയ്യണമെന്ന് മനസ്സിലായില്ല. പക്ഷെ ആളിത്തിരി പെശകാണെന്ന് മനസ്സിലായി. നിനക്കൊന്ന് അന്വേഷിക്കാൻ പറ്റുമോ എന്ന് ഹീറോ ചോദിക്കും. അപ്പോൾ ആ പോലീസുകാരൻ, നീ പണം കൊടുക്കാനുള്ള ആരെങ്കിലും ആയിരിക്കും, അല്ലാതെ വേറെ ആർക്ക് നിന്നെ കൊന്നിട്ട് എന്ത് കിട്ടാനാ, ഇതൊക്കെ ഞാൻ അന്വേഷിക്കണോ എന്ന് ചോദിക്കുക. അത് കേൾക്കുമ്പോൾ ഹീറോയുടെ സ്പാവാണ്. നീ അന്വേഷിക്കേണ്ട, പോയി നിന്റെ പണി നോക്കടാന്ന് പറയുമ്പോൾ കൂട്ടുകാരൻ പറയും, എന്നാൽ ശരി, നീ അയാളുടെ മുഖം കണ്ടിരുന്നോ, അയാളുടെ വണ്ടി നമ്പറെങ്കിലും ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുക. അത് ഹീറോയ്ക്ക് ഓർമ്മയില്ല. അപ്പോൾ അടുത്ത പ്രാവശ്യം ആ വണ്ടി നമ്പർ കാണുമ്പോൾ എന്നെ വിളിച്ച് പറയും, ഞാൻ വന്ന് സഹായിക്കാമെന്ന് പറയും. ശരിയെന്നും പറഞ്ഞ് ഹീറോ അടുത്ത ഓർഡർ എടുക്കാൻ പോകുന്നു. അത് മലയ്ക്ക് മണ്ടയിലെ ഏതോ വീട്ടിലാണ് ഓർഡർ കൊടുക്കാനുള്ളത്. ഹീറോ ഓർഡറും വാങ്ങി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആ നാട്ടിലൊരു നാട്ടുകാരൻ, നിങ്ങൾ മലയുടെ മണ്ടയിലേക്കാണോ പോകുന്നത്, അത് ഇത്തിരി ഡേഞ്ചറാണ്, വൈകുന്നേരങ്ങളിൽ അങ്ങോട്ട് പോകാതിരിക്കുക. പണ്ടൊരു 9 ഹൈക്കേഴ്സ് മല കയറാൻ പോയ കഥ നിങ്ങൾക്കറിയുമോ? അതിൽ 9 പേരും ദുരൂഹ സാഹചര്യത്തിൽ കൊല ചെയ്യപ്പെടുകയുണ്ടായി. എങ്ങനെയാണെന്ന് ഇന്ന് വരെ കണ്ടുപിടിച്ചിട്ടില്ല. നമ്മുടെ ഗ്രീൻവുഡ് മൗണ്ടെയിനും അതുപോലുള്ള ഒരു സ്ഥലമാണ്, അതുകൊണ്ട് സൂക്ഷിക്കുക എന്നയാൾ പറയും. അയാൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയണമെന്ന് ഹീറോയ്ക്ക് മനസ്സിലാവില്ല. എന്തായാലും ഓർഡർ കൊടുക്കാനുണ്ടല്ലോ, ഞാൻ സൂക്ഷിച്ചോളാമെന്നും പറഞ്ഞ് ഹീറോ വണ്ടി എടുത്ത് പോയി മലയുടെ മണ്ടയിലെ ഏതോ ഒരു വലിയ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. വലിയൊരു തടി കൊണ്ടുള്ള വീട്. ആരെയും കാണുന്നില്ല, ലൈറ്റും ഇല്ല. എന്തായാലും വീടിൻ്റെ ഉമ്മറത്ത് ഡോറിൽ ഫുഡ് അവിടെ വെച്ചോളൂ, ഈ പാക്കറ്റിനകത്ത് ടിപ്പുണ്ടെന്നും പറഞ്ഞ് ഒരു എഴുത്ത് വെച്ചിട്ടുണ്ട്. ശരി, എന്നാൽ പിന്നെ ആയിക്കോട്ടെ എന്നും പറഞ്ഞ് ഹീറോ ഫുഡ് അവിടെ വെച്ചിട്ട് ആ ടിപ്പ് എടുത്ത് ഇറങ്ങാൻ നേരമാണ് തന്നെ ഇടിച്ച ആ വലിയ ട്രക്ക് ഈ വീടിന് മുന്നിൽ നിൽക്കുന്നതായിട്ട് കാണാം. ഹീറോ മെല്ലെ ചെന്ന ട്രക്ക് നോക്കും. അതിനകത്തൊക്കെ പരിശോധിക്കും. ആരും തന്നെ ഇല്ല. എന്തായാലും അത് ഈ വീട്ടുകാരൻ്റെ ആണെന്ന് മനസ്സിലായി. എന്നാലും പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞ് ഹീറോ വണ്ടി എടുത്ത് പോകാൻ നിൽക്കുക. ആ നേരം തനിക്ക് കിട്ടിയ ടിപ്പ് പരിശോധിക്കും. വെറും $14 മാത്രമേ ഉള്ളൂ. ഇത്രയും കുറവ് ടിപ്പേ കൊടുത്തിട്ടുള്ളൂ. മലയുടെ മണ്ടയിലേക്ക് വണ്ടി ഓടിച്ചു വന്നിട്ടും ഈ നാറിയെ ഇങ്ങനെ വിട്ടാൽ പറ്റൂല. തൻ്റെ വണ്ടി ഇടിച്ച് ഡാമേജും ആക്കി, എന്നിട്ട് ടിപ്പും തന്നിട്ടില്ല. ഇത് ചോദിക്കാതെ വിടാൻ പാടില്ല എന്നും പറഞ്ഞ് ഹീറോ നേരെ അയാളുടെ വീട്ടിലേക്ക് ചെന്ന് കതവ് മുട്ടുക. ആരും തുറക്കുന്നില്ല. വലിച്ചു നോക്കുമ്പോൾ കതവ് തന്നെ താനെ തുറക്കുന്നുണ്ട്.
ഹീറോ അകത്ത് ചെന്ന് മിസ്റ്റർ പ്ലോ, നിങ്ങൾ എനിക്ക് നേരാവണ്ണം ടിപ്പ് തന്നിട്ടില്ല, ഇത്രയും കഷ്ടപ്പെട്ടിട്ട് പോലും. മാത്രമല്ല എൻ്റെ വണ്ടി ഇടിച്ച് ഡാമേജ് ആക്കിയിട്ടുണ്ട്. അതിനുള്ള നഷ്ടപരിഹാരവും കൂടെ വാങ്ങിച്ചിട്ട് ഞാൻ ഇവിടുന്ന് പോവുള്ളൂ, അല്ലാതെ എന്നെ ഇറക്കി വിടാൻ നോക്കണ്ട, എന്നെ പറ്റിക്കാൻ നോക്കണ്ട എന്നും പറഞ്ഞ് വീടിനകത്തേക്ക് ചെല്ലുകയാണ്. ഒരു റേഡിയോ പാടിക്കൊണ്ടിരിപ്പുണ്ടാവും. അത് ഓഫ് ചെയ്ത് ടേബിളിൽ നോക്കുമ്പോൾ ഒരു പേഴ്സ് ഉണ്ട് അവിടെ. ആ പേഴ്സ് എടുത്ത് നോക്കും. സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ. ഇത്രയും സുന്ദരനായിട്ടും ഇമാര് ഫ്രോഡ് വേല കാണിക്കോടെന്ന് അറിയുന്നും പറഞ്ഞ് അയാളുടെ ID കാർഡ് എടുത്ത് വെക്കുന്നു ഹീറോ. അത് കഴിയുമ്പം ഈ ടേബിളിൽ തന്നെ ഒരു കുരിശുണ്ട്, ഒരു ഡെവിൾ സൈനുള്ള കുരിശ്. അതെന്തിന്റെ പ്രതീകമാണെന്ന് മനസ്സിലാവുന്നില്ല. വീടിനകത്തുനിന്ന് ശബ്ദമൊന്നും കേൾക്കുന്നില്ല. വീണ്ടും അകത്ത് പോയി നോക്കാം, ആരെങ്കിലും ഉണ്ടാവുമെന്ന് പറഞ്ഞ് ഹീറോ അകത്തേക്ക് പോവാ. അപ്പോൾ ബേസ്മെന്റിലേക്ക് പോകാനുള്ള വഴി തുറന്നെടുക്കുന്ന കാണും. അതിനകത്ത് ചെല്ലുമ്പോൾ ഉള്ളിലൊരു മുറിയിൽ ഒരു പെണ്ണിനെ വിലങ്ങിട്ട് ആരോ കെട്ടിവെച്ചിരിക്കുക. ഹീറോ ഓടിച്ചെന്ന് ആ പെണ്ണിനെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. താക്കോലിട്ട് പൂട്ടിയാണ് വെച്ചിരിക്കുന്നത്. തൊട്ടടുത്ത് തന്നെ താക്കോലുണ്ടാവും. ആ പെണ്ണ് കാണിച്ചു കൊടുക്കുന്നു. അതനുസരിച്ച് ഹീറോ താക്കോലെടുത്ത് ആ പെണ്ണിനെ തുറന്നു വിടുക. തുറന്നു വിട്ടുടനെ ഈ പെണ്ണ് ഹീറോയും കുറ്റവാളിയാന്ന് വിചാരിച്ച് ഹീറോയെ ആക്രമിക്കാൻ ശ്രമിക്കും. അപ്പൊ ഹീറോ പറയും, എനിക്കറിയാൻ പാടില്ല ചേച്ചി, ഞാൻ ഡെലിവറിക്ക് വന്ന കാശ് കിട്ടാത്തതുകൊണ്ട് അകത്ത് വന്നപ്പോഴാണ് നിങ്ങളെ കണ്ടത്, എനിക്കും ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല. ഉടനെ ആ പെണ്ണ് ഹീറോയെ വിട്ടിട്ട് അവിടുന്ന് ഒരു ചുറ്റികയെടുത്ത് മെല്ലെ പുറത്തേക്ക് ഇറങ്ങുക. ഈ സമയത്ത് നല്ലൊരു മുഴുത്ത തന്ത അവിടെ ഇരുന്ന് ചൂട് കായുന്നുണ്ടാവും. അയാളാണ് വില്ലൻ. ആ നേരത്തെ കണ്ട ID കാർഡിൽ കണ്ട ചെറുപ്പക്കാരനല്ല, അത് അയാൾ പിടിച്ചു വെച്ച ഏതോരത്തനാന്ന് തോന്നുന്നുണ്ട്. എന്തായാലും ഈ പെണ്ണ് ചുറ്റികയുമായി അയാൾ അടിച്ചു കൊല്ലാൻ വേണ്ടി പോവാ. ഹീറോയും പുറകെ ചെല്ലുന്നുണ്ട്. ഹീറോ പറയും, വേണ്ട വേണ്ട ചേച്ചി, നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോവാം, അയാൾ ഡേഞ്ചറാണ്, എന്തെങ്കിലും കുഴപ്പമുണ്ടാവും, ഉപദ്രവിക്കാനൊന്നും പോണ്ട, നമുക്ക് രക്ഷപ്പെട്ടു പോവാന്ന് പറഞ്ഞ് ആ പെണ്ണിനെ എതിർവശത്തേക്ക് വിളിക്കുക. പക്ഷെ ആ പെണ്ണ് പോകുന്നില്ല. മേ ബി അവളെ കൂടെ വന്ന ആരെങ്കിലും കൊന്നിട്ടുണ്ടാവുക. അതിന്റെ പ്രതികാരം തീർക്കാൻ വേണ്ടി ഈ പെണ്ണ് ചുറ്റികയായിട്ട് പോകുമ്പോൾ ആ തന്തയെ കാണുന്നില്ല. അയാൾ എവിടെയോ മറഞ്ഞുപോയി. പെട്ടെന്നാണ് വലിയൊരു മഴുവായിട്ട് അയാൾ ഇവരെ വെട്ടാൻ വേണ്ടി ഓങ്ങി വരുന്നു. ഇവർ ജീവനം കൊണ്ട് പുറത്തേക്ക് വെടിവിട്ട പോലെ ഓടുക. എന്നാൽ ഈ പെണ്ണ് പോകുന്ന വഴിയെ ഇവർക്ക് കയ്യിൽ കിട്ടിയ കുരിശല്ലേ, അതിനെ തച്ചുടയ്ക്കാൻ നോക്കും ചുറ്റിയുകൊണ്ട്. എന്തിനാണെന്നറിയില്ല. പക്ഷെ ഈ ഉടയ്ക്കുന്ന സമയം ആ തന്ത പുറകെ വന്ന് മഴുവെറിഞ്ഞ് ആ പെണ്ണിനെ കൊന്നുകളയാം. എന്നിട്ട് അടുത്തേക്ക് വന്ന് ആ പെണ്ണിനടുത്തേക്ക് വന്ന് ഈ മഴു ഊരിയെടുത്ത് ഹീറോയെ അടുത്തായിട്ട് വെട്ടാൻ നോക്കുക. അപ്പോഴേക്കും ഹീറോ ചാടി എഴുന്നേറ്റ് ഓടി വന്ന് അവന്റെ കാറും എടുത്ത് അവിടെ നിന്ന് വിട്ടടിച്ചു പോവാ. എന്നാൽ ഇവന്റെ സമയദോഷത്തിന് ആ വണ്ടിയിലെ എണ്ണയും തീരാനായി. വീണ്ടും കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ എതിർവശത്തു നിന്ന് ഒരു പോലീസ് കാർ വരുന്നതിന്റെ ശബ്ദം കേൾക്കും. ഇവനുടനെ അയാളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി വണ്ടി വെട്ടിത്തിരിക്കുകയാണ്. ഇത് ചെന്ന് മഞ്ഞിലിടിച്ച് നിൽക്കുന്നു. ഉടനെ ആ പോലീസ് കാർ നിർത്തി അതിനകത്തുണ്ടായിരുന്ന പോലീസുകാരൻ പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. അത് മറ്റാരുമല്ല, നമ്മൾ നേരത്തെ കണ്ട ഹീറോയുടെ പഴയ ഫ്രണ്ട്. ഹീറോ ഇങ്ങനെ തോന്നിയവാസത്തിന് വണ്ടി ഓടിക്കുന്ന കണ്ട്, നീ എന്ത് പ്രാന്താടാ കാണിക്കുന്ന, എല്ലാരും ഇടിച്ച് കൊല്ലാൻ പോവാണോ, നീ വെള്ളം അടിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് ആ കൂട്ടുകാരൻ. അപ്പൊ ഹീറോ പറയും, എടാ നിനക്കറിയില്ല, ഞാൻ നേരത്തെ പറഞ്ഞ ആ ട്രക്കുകാരനല്ലേ, അയാൾ എന്നെ ഫോളോ ചെയ്ത് വരുന്നുണ്ട്, അയാൾ എന്നെ കൊല്ലാൻ നോക്കുക. ഞാൻ പറഞ്ഞപ്പോൾ നീ വിശ്വസിച്ചില്ലല്ലോ, അയാൾ പുറകെ വരുന്നുണ്ട്. അയാളെ വീട്ടിൽ ഒരു മേർഡർ ലോഡ്ജ് ഉണ്ട്, ഒരു പെൺകുട്ടി അയാൾ കൊന്നുകളഞ്ഞു, ഞാൻ കണ്ടതാണ്. ഇത് കേൾക്കുമ്പോൾ പോലീസുകാരൻ, നീ വല്ല കഞ്ചാവും വലിച്ചിട്ടുണ്ടോ, എന്തൊക്കെയാ പറയുന്നത്, നിന്റെ കണ്ണിൽ എന്തോ കുഴപ്പമുണ്ടല്ലോ, ഹെവി ഡോസായിട്ട് വണ്ടി ഓടിക്കുകയാണോ, പിച്ചും പേയും പറയാതെ വന്ന് കാറി കയറ്, ഈ അവസ്ഥയിൽ നീ വണ്ടി ഓടിക്കാൻ പാടില്ല, അത് നിനക്കും മറ്റുള്ളവർക്കും ഡേഞ്ചർ ആണെന്നും പറഞ്ഞ് ഹീറോ പറയുന്നത് കേൾക്കാതെ ഈ പോലീസുകാരൻ ഹീറോയെ വിലങ്ങ് വെച്ച് അയാളുടെ കാറിനകത്തേക്ക് കയറ്റുകയാണ്. എന്നിട്ട് ഈ കാർ എടുക്കാൻ നേരം പുറകെ വില്ലന്റെ വലിയ ട്രക്ക് വന്ന് ലൈറ്റ് അടിച്ച് നിൽക്കുകയാണ്. ഇത് കാണുമ്പോൾ പോലീസുകാരൻ തോക്കെടുത്ത്, അവൻ എന്തിന്റെ കുഴപ്പാ, ഒരു പോലീസുകാരനോട് ധിക്കാരം കാണിക്കാനും മാത്രമായോ, ഇപ്പൊ കാണിച്ചുതരാന്നും പറഞ്ഞ് തന്റെ കയ്യിലെ ഷോട്ട് ഗൺ എടുത്ത് പുറത്തേക്ക് ഇറങ്ങുക. എന്നാൽ ഹീറോ പറയുന്നുണ്ട്, പുറത്തേക്ക് പോകണ്ട, അവൻ ഡേഞ്ചറാണ്, കാറിനകത്തന്നെ ഇരിക്കി, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് വിട്ടുപോവാന്ന്. പക്ഷെ പോലീസുകാരൻ കേൾക്കുന്നില്ല. പുറത്തേക്ക് ഇറങ്ങി, എടോ മിസ്റ്റർ, വണ്ടിയുടെ എഞ്ചിൻ ഓഫ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി വാ, എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ടെന്ന് പറയും. ഈ സമയത്ത് ഹീറോയ്ക്കറിയാം എന്താ സംഭവിക്കാൻ പോണെന്ന്. അവൻ ഇറങ്ങി ഓടുകയാണ് അവന്റെ കാറിനടുത്തേക്ക്. ഈ പോലീസുകാരന് മനസ്സിലാവില്ല. നീ എങ്ങോട്ടാടാ പോണേ, ഇങ്ങോട്ട് തിരിച്ചു വാ, അവൻ ഇപ്പൊ കാണിച്ചു തരാമെന്നും പറഞ്ഞ് ഇങ്ങേര് തോക്ക് ചൂണ്ടി നിൽക്കുക ട്രക്കിന് നേരെ. ഹീറോ അപ്പോഴേക്കും വണ്ടി എടുത്ത് വിട്ടു. എന്നാൽ തോക്ക് കണ്ടിട്ടും ട്രക്കുകാരൻ നിൽക്കുന്നില്ല. അടുത്തേക്ക് ചീറിപ്പാഞ്ഞു വരുന്നു. പോലീസുകാരൻ ഷൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ഡ്രൈവർക്ക് കൊള്ളുന്നില്ല. അവൻ ഒറ്റ ഇടിച്ച് തെറിപ്പിക്കുക പോലീസുകാരനെ. സ്പോട്ടിൽ തന്നെ കൊന്നുകളഞ്ഞു. ഈ സമയത്ത് ഹീറോ ഉള്ള ജീവനും കൊണ്ട് വിട്ടടിച്ച് പോവാണ്. മൊബൈലിൽ നോക്കുമ്പോൾ റേഞ്ചും ഉണ്ടാവില്ല, ബാറ്ററി ഉണ്ടാവില്ല. പോകുന്ന വഴി ഒരു ഗ്യാസ് സ്റ്റേഷൻ കാണും. ഹീറോ മെല്ലെ അവിടെ കാർ നിർത്തി വണ്ടിക്ക് എണ്ണ അടിച്ചിട്ട് അടുത്തുള്ള ഷോപ്പിലേക്ക് ഓടിക്കേറുക. ഈ സമയത്ത് അവിടെ സിഗരറ്റും വലിച്ച് ഒരു തെരുവ് ബോയ് ഇരിപ്പുണ്ടാവും. അവനോട് ഇറങ്ങിപ്പോടാ, എന്റെ പമ്പ് കത്തിക്കാതെ എന്ന് മുതലാളി പറയുന്നുണ്ട്. അയാൾ ഗവനിക്കാതെ വീണ്ടും വലിച്ചുകൊണ്ടിരിക്കുക. ഈ നേരം ഹീറോ കടയിലേക്ക് ഓടി വന്ന് ദാഹത്തിന് കുറച്ച് വെള്ളം കുടിച്ചിട്ട് കടക്കാരനോട് ഫോൺ ചോദിക്കുക, എനിക്ക് സ്റ്റേഷനിലേക്ക് വിളിക്കാനുണ്ടെന്നും പറഞ്ഞു. അപ്പൊ കടക്കാരൻ ചോദിക്കും, ഈ വിലങ്ങൊക്കെ കണ്ടിട്ട് നീ ജയിലും പൊളിച്ച് ചാടിയതാണോ എന്ന്. അതിന് ഹീറോ, ദയവേത് ഫോണൊന്നും തരൂ, എനിക്ക് ഉടനെ പോലീസ് സ്റ്റേഷനിൽ വിളിക്കണം, എന്റെ ജീവൻ ആപത്താണെന്ന് പറയാം. അപ്പൊ കടക്കാരൻ, നിന്നെ കാണുമ്പോൾ എന്റെ ജീവൻ ആപത്താവോ എന്നാണ് എന്റെ പേടി, ഇവിടുത്തെ ഫോണൊന്നും വർക്ക് ചെയ്യുന്നില്ല, അടുത്ത സിറ്റിയിലേക്ക് പോയിക്കോ, അവിടുത്തെ ഫോൺ വർക്ക് ചെയ്യും, അവിടെ സ്റ്റേഷനുണ്ട്, നേരിട്ട് പോലീസുകാരനെ കാണാൻ പറ്റുമെന്ന് പറയുക. സോ ഹീറോ ഉടനെ പുറത്തേക്ക് ഇറങ്ങി വന്ന് ആ തെരുവ് ബോയോട് ചോദിക്കും, നിങ്ങളുടെ കയ്യിൽ ഫോണുണ്ടോ, എനിക്ക് ഈ ബീഡി കിട്ടിയത് തന്നെ ഭാഗ്യം, അപ്പോഴാ ഫോണ്, എന്റെ കയ്യിലൊന്നുമില്ല, പോടോന്നും പറഞ്ഞ് അയാൾ ഓടിക്കുകയാണ് ഹീറോയെ. ഈ സമയത്ത് നോക്കുമ്പോൾ ദൂരെ നിന്ന് ആ ട്രക്ക് വരുന്നുണ്ട്, ശബ്ദം കേൾക്കാം.
ഉടനെ ഹീറോ എണ്ണയടിച്ച പമ്പ് മറന്നിട്ട് ടാങ്ക് അടയ്ക്കാതെ വണ്ടി എടുക്കുകയാണ്. ആ ട്രക്ക് അടുത്തേക്ക് എത്തിക്കഴിഞ്ഞു. ഈ ട്രക്ക് മരണപ്പാച്ചിലി വരുന്ന കണ്ടിട്ട് ആ ബീഡി വലിച്ചുകൊണ്ടിരുന്ന തെരുവ് ബോയ് കുറ്റി നിലത്തേക്കിട്ട ഒരൊറ്റ ഓട്ടാണ്. ഓൾറെഡി ഹീറോ പമ്പ് താഴിട്ടതുകൊണ്ട് റോഡ് നിറച്ചും പെട്രോൾ ആയിരിക്കും. അതിൽ ഈ കുറ്റി വീണ് പെട്ടെന്ന് തന്നെ ഗ്യാസ് സ്റ്റേഷന് തീ പിടിച്ച് പൊട്ടിത്തെറിക്കുകയാണ്. അതോടെ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരുടെ പണി തീർന്നു. എന്നാൽ ഈ ട്രക്കുകാരൻ വിട്ടിട്ടില്ല. ഹീറോയെ പിന്തുടർന്ന് പോയിക്കൊണ്ടേയിരിക്കുന്നു. വണ്ടി നിറച്ചും എണ്ണയുണ്ട്. പക്ഷെ ഏത് വഴിയെ പോയി രക്ഷപ്പെടാൻ പറ്റുമെന്ന് ഹീറോയ്ക്ക് മനസ്സിലാവുന്നില്ല. പെട്ടെന്നാണ് താൻ പോകുന്നതിന് എതിർഭാഗത്തായിട്ട് ഈ ട്രക്കുകാരൻ വന്ന് നിൽക്കുക. അയാൾ ഏതോ ഷോർട്ട് കട്ട് അടിച്ച് വന്നാൻ തോന്നുന്നുണ്ട്. ഇനി എങ്ങോട്ടാ പോകേണ്ട, എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. ഹീറോ ആക്സിലേറ്ററിൽ ആഞ്ഞമർത്തി ഈ ട്രക്കിന് നേരെ അതിന് ഇടിക്കാൻ വണ്ണം ഓടിച്ചിട്ട് പോവാ സ്പീഡിൽ. ഇവൻ എന്താ ഈ കാണിക്കണേന്ന് നമുക്ക് തന്നെ സംശയമാവും. പൊടുന്നനെയുണ്ട് ഈ ട്രക്കിന് അടുത്തെത്താനാകുന്ന സ്ഥലത്ത് ഒരു ടേണിംഗ് ഉണ്ട്. അങ്ങോട്ട് അവൻ വെട്ടിത്തിരിക്കും. എന്നിട്ട് കാടിനകത്തേക്ക് ഓടിച്ചിട്ട് പോവാ. കുറച്ചേരെ ട്രക്കൊന്നും കാണില്ല. പക്ഷെ വീണ്ടും മുന്നിലേക്ക് പോകുമ്പോൾ ട്രക്ക് പുറകെ വരുന്ന ലൈറ്റും ശബ്ദവും കേൾക്കാം. ഇവൻ വണ്ടി നിർത്താതെ മുന്നോട്ട് തന്നെ പോവാണ്. അപ്പോഴായിരിക്കും ഒരു ഐസുള്ള പ്രദേശം, റോഡെല്ലാം ഐസുള്ള പ്രദേശം, അവിടെ സൂക്ഷിച്ചു പോവുക അല്ലെങ്കിൽ പോവാതിരിക്കുക എന്നുള്ള ബോർഡ് കാണും. രക്ഷപ്പെടാൻ വേണ്ടി അവിടെ ഐസ് ഉണ്ടെങ്കിലും ഹീറോ മുന്നോട്ട് തന്നെ കാർ ഓടിച്ചു പോവാ. പക്ഷെ ഐസി പിടിച്ചു നിൽക്കാനുള്ള കപ്പാസിറ്റി ആ കാറിന്റെ ടയറിനില്ല. അതുകൊണ്ട് അത് സ്കിഡായി നേരെ എതിർവശത്തേക്ക് തിരിഞ്ഞു നിൽക്കും. അപ്പം ഈ ട്രക്കുകാരൻ, പുറകെ വന്ന ട്രക്കുകാരൻ ഹീറോയുടെ അടുത്തേക്ക് വരാതെ കുറച്ചു ദൂരം മാറി നിൽക്കുകയാണ്. നോക്കുമ്പോൾ ഹീറോ ഇറങ്ങിയിരിക്കുന്നത് ഒരു ഉറഞ്ഞുപോയ തടാകത്തിലാണ്. അതിന് വലിയ ഭാരമൊന്നും താങ്ങാനുള്ള കപ്പാസിറ്റി ഇല്ല. ഇപ്പൊ തന്നെ പൊട്ടിത്തുടങ്ങി. ആ ട്രക്കങ്ങാൻ ഇതിലേക്ക് ഇറക്കിയാൽ വെള്ളത്തിലേക്ക് മുങ്ങിപ്പോകും. അതുകൊണ്ടാണ് അയാൾ അവിടെ തന്നെ നിർത്തിയത്. ഇപ്പൊ രക്ഷപ്പെടാൻ കിട്ടിയ ചാൻസാ. ഹീറോ കാറിലേക്ക് ഓടിക്കയറി ഈ തടാകം ഇടിഞ്ഞു പൊളിയുന്നതിന് മുന്നേ അതിന്റെ കരയിലേക്ക് ഓടിച്ചു കയറ്റും. ആ ട്രക്കുകാരൻ പരാജയപ്പെട്ട വണ്ണം ലൈറ്റ് ഓഫ് ചെയ്ത് തിരിച്ചു പോവാ. ഇത് കാണുമ്പോൾ ഹീറോയ്ക്ക് സന്തോഷമായി. രക്ഷപ്പെട്ടല്ലോ, അവസാനം ആ പണ്ടാറക്കാരൻ ഒഴിഞ്ഞു പോയല്ലോ. ഇങ്ങനെ സന്തോഷിച്ചുകൊണ്ടിരിക്കുമ്പം പെട്ടെന്ന് ഒരു കാറ് വന്ന് ഹീറോയെ ഇടിച്ചിടുക. അവന്റെ ബോധം പോയി. കണ്ണ് തുറക്കുമ്പോൾ മറ്റേ കടംകാരല്ലേ, ഗുണ്ടിബിനുവും കൂട്ടുകാരും, അവർ പിടിച്ചോണ്ട് വന്നിരിക്കുകയാണ് ഹീറോയെ. കാശ് എവിടെയാണെന്ന് ചോദിച്ചിട്ട്. കുറെ ദിവസമായി അവർ ഹീറോയെ തേടുന്നുണ്ട്. എന്നാൽ ഇവരെ കണ്ണീപ്പെടാതെ ഹീറോ രക്ഷപ്പെട്ടു പോവാണെന്നാണ് അവരുടെ വിചാരം. എന്നാൽ അവനാണെങ്കിൽ ആ ട്രക്കുകാരനെ പേടിച്ച് നടക്കുകയായിരുന്നു. ഹീറോ ചോദിക്കും, നിന്റെ ആളാണോ ആ ട്രക്കുകാരൻ? എന്നെ അയാൾ കൊല്ലാൻ നോക്കുന്നുണ്ടല്ലോ. ഞാൻ പണം തിരികെ തരാമെന്ന് പറഞ്ഞല്ലേ. എന്നെ കൊന്നു കഴിഞ്ഞാൽ പിന്നെങ്ങനെ നിങ്ങൾക്ക് പണം തിരികെ കിട്ടുക? ആ ട്രക്കുകാരനെ ഒഴിഞ്ഞു പോകാൻ പറയും. നമുക്ക് നേരിട്ട് സംസാരിക്കാം. ഞാൻ എങ്ങനെയെങ്കിലും പണിയെടുത്ത് ആ പണം തിരികെ നൽകാം. ഇത് കേൾക്കുമ്പോൾ ബിനി ചേച്ചിക്ക് മനസ്സിലാവില്ല ഇവൻ എന്താ പറയണേന്ന്. ഹീറോയെ ഇവരല്ലാതെ വേറെ ആരെങ്കിലും ഫോളോ ചെയ്തോ ഇവരെ കൂട്ടത്തിലുള്ള? അതറിയാൻ വേണ്ടി ബിനി ചേച്ചി കൂടുതൽ അടിക്കാരനോട് അവരുടെ പിള്ളേരെയൊക്കെ, ഗുണ്ടാ പിള്ളേരെയൊക്കെ വിളിച്ചു ചോദിക്കാൻ പറയും. ഇതനുസരിച്ച് ഒരു ഗുണ്ട പോയി വീടിന് വെളിയിൽ പോയി അവിടെയുള്ള PC-ന്ന് കോൾ ചെയ്യുക അവരെ കൂട്ടുകാരെ. പൊടുന്നനെ ഒളിച്ചിരുന്ന നമ്മുടെ വില്ലന്റെ ട്രക്ക് ആ PC ബോക്സ് ഇടിച്ചു തെറിപ്പിച്ച് അവനെ കൊന്നുകളി. എന്നിട്ട് മെല്ലെ വന്ന് ഇവരെ വീടിന്റെ കതവ് മുട്ടുക. അവിടെ രണ്ടാമതൊരു ഗുണ്ടയുണ്ട്. അവൻ സംശയമൊന്നുമില്ലാതെ കതവ് തുറന്നു നോക്കുമ്പോൾ പെട്ടെന്ന് ആരോ കരയുന്ന ശബ്ദം കേൾക്കും. ഇവിടെ ബിനി ചേച്ചിയും ഹീറോയും രണ്ടാമത്തെ ഗുണ്ടയെയും തട്ടിയ ശബ്ദമാണത്. ഇതെന്താണെന്നറിയാതെ തോക്കുമായിട്ട് ബിനി ചേച്ചി അങ്ങോട്ട് പോവാ. ഹീറോയ്ക്ക് കാര്യം പിടികിട്ടി. ചേച്ചി പോയി നോക്കുമ്പോൾ അവരുടെ രണ്ടാമത്തെ ഗുണ്ടയെ ആരോ കൊന്നിരിക്കുന്നു. ഇവര് തോക്കുമായിട്ട് ചുറ്റും പരതി നടക്കുക. പൊടുന്നനെ അവർക്കും കിട്ടിയൊരു അടി. ഹീറോ ഈ നേരം ഓടി വന്ന് കിച്ചണിൽ ഒരു മൂലയ്ക്ക് ആരും കാണാത്ത രീതിയിൽ ലൈറ്റ് ഓഫ് ചെയ്ത് ഒളിച്ചിരിക്കുകയാണ്. അവരെല്ലാം തട്ടിക്കഴിഞ്ഞിട്ട് മഴുവായിട്ട് ആ സൈക്കോ ഹീറോയെ അന്വേഷിച്ചു വരുന്നു കിച്ചണിലേക്ക്. ഹീറോ ഒളിച്ചു മാറി പാത്രങ്ങളുടെ ഇടയിൽ ചെന്നിരുന്നു. ഈ തന്തവില്ലൻ അറിയാം അവൻ ആ കിച്ചണിൽ തന്നെ ഉണ്ടെന്ന്. അതുകൊണ്ട് അയാൾ വിട്ടുപോകുന്നില്ല. വീണ്ടും അകത്തൂടെ പരിശോധിച്ച് നടക്കുക. ഹീറോ ആണെങ്കിൽ ഒരു ഫയർ എക്സ്റ്റിങ്ഷർ എടുത്ത് കയ്യിൽ പിടിച്ച് ഇങ്ങനെ മിണ്ടാതിരിക്കുകയായിരിക്കും. ഈ തന്തവില്ലൻ അടുത്ത് വന്ന ഉടനെ അവന്റെ മോന്തയിലേക്ക് അടിക്കുകയാണ്. ഇതിലെ കാറ്റും പൊടിയും അയാളുടെ മോന്തയിലേക്ക് അടിച്ചു കൊടുക്കുക ഹീറോ. മൊത്തം പുകമയായ അയാൾക്കൊന്നും കാണാത്ത നേരം ഇവൻ ഓടി വന്ന് വീടിന് വെളിയിലേക്ക് ചാടി കാറും എടുത്ത് ഒരൊറ്റ വിടീര. വിട്ടുപോകുമ്പോണ്ട് ഏതോ റോഡ് ക്ലോസ് ചെയ്ത ഭാഗത്തേക്കാണ് ഇവൻ എത്തിപ്പെട്ടിരിക്കുന്നത്. ശരി, കാർ തിരിച്ചു വിടാമെന്നും പറഞ്ഞ് തിരിഞ്ഞു നിൽക്കുമ്പോൾ താണ്ട നിൽക്കുന്നു വില്ലന്റെ ട്രക്കും ആ തന്ത വില്ലനും. വേഗം തിരിച്ച് റോഡില്ലാത്ത ഭാഗമാണെങ്കിലും അതിലൂടെ രക്ഷപ്പെടാമെന്നും പറഞ്ഞ് ആ ചെയിനെല്ലാം ഇടിച്ചു പൊളിച്ചിട്ട് ഇവൻ മുന്നോട്ട് പോവാ. വലിയൊരു കൊക്കയാണ്. ഒന്നുകിൽ കൊക്കയിൽ വീഴും അല്ലെങ്കിൽ അയാളുടെ ഇടി കൊണ്ട് ചാവും. ഇവൻ ഇനി ചെയ്യാനൊന്നുമില്ല. ആ സമയത്ത് അവസാന പയറ്റെന്നോണം തന്റെ ചെല്ല മീനിനെയും കയ്യിലെടുത്ത് കാറിൽ നിന്ന് വെളിയിലേക്ക് എടുത്ത് ചാടുക. അത് അയാളുടെ ശ്രദ്ധയിൽപ്പെടുന്നില്ല. ഈ കാർ അതിവേഗത്തിൽ ചെന്ന് കൊക്കയിലൂടെ താഴത്തേക്ക് വീഴും. കാറിന് അതേ വേഗത്തിൽ ഫോളോ ചെയ്തു വന്ന ട്രക്കിന് ബ്രേക്ക് അടിക്കാൻ പറ്റുന്നില്ല. റോഡ് സ്കിഡാവുന്നതുകൊണ്ട് ഈ ട്രക്കും പുറകെ തന്നെ ആ കൊക്കയിലേക്ക് മറിഞ്ഞു വീഴാണ്. അത് താഴെ വീണ് പൊട്ടിത്തെറിക്കും. അതോടെ വില്ലന്റെ പണി തീർന്നല്ലോ എന്നും പറഞ്ഞ് ഹീറോ സമാധാനത്തോടെ നിൽക്കുക. പൊടുന്നനെ ഇവനെപ്പോലെ തന്നെ ആ പ്രാന്തൻ വില്ലനും വണ്ടിയിൽ നിന്ന് എടുത്ത് ചാടിയിരുന്നു. അയാൾ ഹീറോയുടെ കാലിനിട്ട് പിടിച്ച് വലിക്കുകയാണ്. ഭാഗ്യത്തിന് ഹീറോയ്ക്ക് ഒരു കമ്പി പിടുത്തം കിട്ടും. അവന്റെ കാലിനറ്റത്തായിരുന്നു അയാൾ പിടിച്ചത്. അവിടുത്തെ ഷൂ ഊരിപ്പോകുന്നതുകൊണ്ട് വില്ലന് വേറെ പിടുത്തമൊന്നും കിട്ടാതെ അയാളും കൊക്കയിലേക്ക് മറിഞ്ഞു വീഴാണ്. അതോടെ അയാളുടെ കഥ കഴിഞ്ഞു. സമാധാനത്തോടെ ഹീറോ മുകളിലേക്ക് എഴുന്നേറ്റ് വരും. അപ്പോഴാണ് ഈ വില്ലന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഡെവിൾ കുരിശ് അതവിടെ വീണ് കിടക്കുന്ന ഹീറോ കാണും. അതെന്തായാലും തൽക്കാലം എടുത്തു വെക്കുന്നുണ്ട്.
എടുത്തു വെച്ചിട്ട് നേരെ അടുത്തുള്ള റോഡിലേക്ക് നടന്നു പോവുക. അപ്പോഴായിരിക്കും നേരത്തെ ഹീറോയെ വാൺ ചെയ്ത് ഈ മൗണ്ടൈനിലേക്ക് പോകണ്ട എന്ന് വാൺ ചെയ്ത ആ നാട്ടുകാരൻ അങ്ങോട്ട് വരുന്നു. അയാൾ ഹീറോയെ തിരിഞ്ഞു കാണാത്തോണ്ട് അന്വേഷിച്ചിറങ്ങിയതായിരുന്നു. ഭാഗ്യത്തിന് അയാളുടെ കണ്ണി പെട്ടു ഹീറോ. ഇപ്പൊ പുള്ളിയുടെ കാറിൽ കയറി രക്ഷപ്പെട്ട് വരികയാണ് തന്റെ ടൗണിലേക്ക് തന്നെ. അവസാനത്തൊരു ഡെലിവറി കൊടുക്കാനുണ്ടായിരുന്നു. അതെന്തായാലും കൊടുത്തേക്കാന്നും പറഞ്ഞ് ഡെലിവറി വീട്ടിൽ ചെന്ന് നിങ്ങളുടെ പിസയൊക്കെ തണുത്തുപോയി, വേണമെങ്കിൽ ചൂടാക്കിക്കോളൂ അല്ലെങ്കിൽ വലിച്ചെറിഞ്ഞോളൂ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, എന്തായാലും തന്നില്ലെന്ന് വേണ്ടെന്നും പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി വരിക. എന്നിട്ട് നേരെ ആക്രി കടയിലേക്ക് ചെല്ലും. അവിടെ ഈ കുരിശ് കൊടുത്തിട്ട് ഇതിന് എത്ര രൂപ നിങ്ങൾക്ക് തരാൻ പറ്റും എന്ന് ചോദിക്കുകയാണ്. ആ കുരിശ് കണ്ട് ആക്രി കടക്കാരൻ ഞെട്ടും. കാരണം അതിനെന്തോ ഒരു സവിശേഷതയുണ്ട്. അതുകൊണ്ട് അയാൾ കുറേ പണം ഹീറോയ്ക്ക് കൊടുക്കുകയാണ്. ആ പണവുമായി ഹീറോ തൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വരും. വന്നുടനെ മറ്റേ ഫുഡ് ട്രക്കുകാരനെ വിളിച്ച് എൻ്റെ കയ്യിൽ നിങ്ങൾക്ക് തരാനുള്ള മുഴുവൻ പണവുമുണ്ട്, ആ ട്രക്ക് മറ്റാർക്കും കൊടുക്കരുത്, ഞാൻ നാളെ തന്നെ വന്ന് വാങ്ങിച്ചോളാം, ഇന്ന് എനിക്കൊന്ന് സമാധാനമായിട്ട് ഉറങ്ങണമെന്ന് പറഞ്ഞ് കട്ടിലേക്ക് കിടക്കുക. അവിടെ വെച്ച് ഡെലിവറി റൺ എന്ന സിനിമ അവസാനിക്കുന്നു. സോ ഗൈസ്, എങ്ങനുണ്ട് ഈ കഥ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ രേഖപ്പെടുത്തുക. അല്പം വൈകിപ്പോയതുകൊണ്ട് ക്ഷമിക്കുക. ഞാൻ വീട് മാറിയത് കൊണ്ടാണ്. ഇനിയെങ്കിലും തുടർച്ചയായി വീഡിയോ ചെയ്യണമെന്ന് ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കലും മറക്കരുത്. അടുത്തൊരു അടിപൊളി കോമഡി ത്രില്ലറുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അണ്ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം ഒരു കഥ സൊല്ലട്ടുമാസ്.